സ്വിറ്റ്സർലൻഡിൽ നടന്ന ആദ്യ ചർച്ച വാക്പോരും സംഘർഷവുമായി അവസാനിച്ചെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ട്രംപിന്റെ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് ഇറാൻ സംഘം ചർച്ചാമുറിയിൽ നിന്ന് വാക്കൌട്ട് നടത്തി. വിവരങ്ങൾ നൽകാൻ അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നുണ്ട്. മധു, ഗുഡ് മോർണിംഗ്. ഒരു സമാധാനത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ള ശുഭപ്രതീക്ഷയൊക്കെ വെച്ച് പുലർത്തിയ ആളുകളാണ് നമ്മൾ എല്ലാവരും തന്നെ. ഇപ്പോഴിതാ ചർച്ച അവസാനിച്ചത് സംഘർഷത്തിലാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നു. എന്താണ് അവിടെ ഉണ്ടായത്? ഗുഡ് മോർണിംഗ് ഗോകുൽ, അമൃത എന്തിനാണ് അത് ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തിയെന്ന് എനിക്കറിയത്തില്ല. കാര്യം എല്ലാവരും ആശങ്കയിലായിരുന്നു. അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഇസ്രയേലും അതുപോലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയും തമ്മിൽ ലെബനനിൽ തുടരുന്ന യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നുള്ള ഒരു കടുത്ത ഉപാധിയാണ് ഈ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ചർച്ചകളിലൂടെ ഇറാനുമായിട്ട് പക്ഷേ ഒരു പുതിയ അധ്യായം തുടങ്ങാനാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നതെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് JD വാൻസ്, അദ്ദേഹമാണ് ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ഉണ്ടായത്. ഈ വാൻസ് ഈ പറഞ്ഞ് അതിന്റെ തൊട്ട് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഭീഷണി വീണ്ടും മുഴങ്ങിയത്. അത് ചർച്ചകളെ വീണ്ടും സങ്കീർണമാക്കി. 60 ദിവസത്തെ ഈ വെടിനിർത്തൽ കാലാവധിക്ക് ശേഷം തനിക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാൻ അധികാരമുണ്ടെന്നാണ് ഇന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത്. ഇതോടൊപ്പം ഈ യുറേനിയം സമ്പുഷ്ടീകരണം അത് ഇറാന്റെ അവകാശമാണെന്ന് എപ്പോഴും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സംസാരിക്കാറുണ്ട്. ട്രംപ് പറഞ്ഞ ആ സംസാരമൊക്കെ ഒന്ന് സൂക്ഷിച്ചോളാനാണ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഈ ഭീഷണികൾ മുഴങ്ങുമ്പോൾ അമേരിക്ക ജാഗ്രത പാലിക്കണമെന്ന് ഇറാന്റെ മുഖ്യ മധ്യസ്ഥൻ, അദ്ദേഹം ഇറാൻ പാർലമെന്റ് സ്പീക്കറാണ്, മുഹമ്മദ് ബാഗർ ഖാലിബാഫ് ഇതിന് മറുപടി നൽകുകയും ചെയ്തു. അത് മാത്രമല്ല, ഇറാനിയൻ സേന ഏത് സാഹചര്യം നേരിടാൻ സജ്ജമാണെന്നും അമേരിക്ക ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാലും പ്രവർത്തിക്കുന്നത് ഇറാൻ ആയിരിക്കുമെന്നാണ് അദ്ദേഹം ഈ ട്രംപിന് മറുപടി നൽകിയത്. പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലാണ് ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലെ ഒരു തടാക തീരത്തെ റിസോർട്ട് വെച്ച് ഈ ആദ്യത്തെ യോഗം നടന്നത്. ഇറാന്റെ എണ്ണ വ്യവസായങ്ങളിലെയും അതുപോലെ മറ്റു മേഖലകളിലെയും ഈ ഉപരോധങ്ങൾ നീക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ആദ്യഘട്ടത്തിൽ നടന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇത് അവരുടെ നാഷണൽ ഇറാനിയൻ ഓയിൽ കമ്പനി മാനേജിംഗ് ഡയറക്ടർ ഹാമിദ് ബൊവാർഡും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ഈ കാര്യം എടുത്തു പറയുകയും ചെയ്തു. എന്നാൽ ഈ ചർച്ചകളുടെ ആദ്യ ദിനത്തിലേക്ക് കടക്കുക വലിയ വെല്ലുവിളിയായിരുന്നു. വെള്ളിയാഴ്ച ആരംഭിക്കേണ്ട ചർച്ചകൾ ഈ നെതന്യാഹു ഈ ലെബനെ ആക്രമിച്ചതോടുകൂടി മാറ്റിവെക്കേണ്ട അവസ്ഥയായിരുന്നു. ഇറാൻ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തുവാൻ സമ്മതിച്ചില്ല. പിന്നീടാണ് ഈ ചർച്ചകൾ ഇപ്പോൾ നടന്നത്. ഏതാണ്ട് 80 മിനിറ്റ് മാത്രമാണ് ഈ ചർച്ചകൾ ആദ്യഘട്ടത്തിൽ നടന്നത്. അത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പോലും ഇറാൻ വിസമ്മതിക്കുകയായിരുന്നു. അതായത് ഒരു മാധ്യമ ഷോയ്ക്ക് അവരില്ലെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. ഗോകുൽ, അമൃത. ശരി, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയതായാലും ചർച്ചകൾ ആദ്യ ചർച്ചയിൽ തന്നെ അതൊരു തർക്കത്തിലേക്ക് പോകുന്നുണ്ട്. അതായത് ഹിസ്ബുള്ളയെ ചൊല്ലിയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തിയത് ഇസ്രയേലാണ്. അതിൽ ഇറാന് വലിയ അതൃപ്തിയുണ്ട്. പക്ഷേ ഹിസ്ബുള്ളയെ നിലയ്ക്ക് നിർത്തണം, പ്രോക്സിയെ നിലയ്ക്ക് നിർത്തണം എന്നതാണ് ഇറാനോട് അമേരിക്ക ആവശ്യപ്പെടുന്നത്.